നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ രൂക്ഷമായ വിലക്കയറ്റമാണ്. പുതിയ നികുതി കെട്ടിയില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നികുതി സമ്പ്രദായം GST, അതിൻ്റെ ഫലമായിട്ട് തന്നെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനും ആ സംസ്ഥാനത്തിലെ അർഹതപ്പെട്ട പല ജനങ്ങൾക്കും ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ കഴിയാതെ വരുന്നു. ഉദാഹരണത്തിന് ബീഡി തൊഴിലാളികൾ ധാരാളമുള്ളതാണ് കേരളം. ബീഡിക്ക് 28% GST. ആ GST ചുമത്തിയാൽ ബീഡി വ്യവസായം നിലനിൽക്കില്ല. ആ ബീഡി വ്യവസായത്തിന് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണം എന്ന് ഈ സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ പോലും നികുതിയിൽ ഇളവ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് GST. ആ GSTയുടെ നടപ്പിലാക്കുമ്പോഴുള്ള വാഗ്ദാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയെടുത്താൽ വികസന രംഗങ്ങളിൽ ഒരു പ്രതീക്ഷയും നൽകാത്ത ബഡ്ജറ്റാണിത്. ടൂറിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ടൂറിസം ഇന്ന് ലോകത്താകെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. ആ സംരംഭത്തിൽ സ്വകാര്യ വ്യക്തികൾ നല്ല പങ്കാളിത്തമുണ്ട്. ആ കാര്യം പറയുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ടൂറിസം മേഖലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സഹായങ്ങളും വാഗ്ദാനങ്ങളും ഒന്നും ഈ ബഡ്ജറ്റിലില്ല. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾ, അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നടപടികളില്ല. ഇവിടെ ചില വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കപ്പെട്ടുകൊണ്ടിരുന്ന പല ആനുകൂല്യങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെന്തെങ്കിലും പുനഃസ്ഥാപിക്കാനോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കാനോ ഉള്ള ഒരു നടപടികളും ഈ ബഡ്ജറ്റിലില്ല. സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള, ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നടപടികളും ഈ ബഡ്ജറ്റിലില്ല. 58 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനമന്ത്രി പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ചിലത് ആവർത്തിച്ച് എന്നുള്ളതല്ലാതെ ഈ ബഡ്ജറ്റ് രാജ്യത്തിന് ഒരു ഭാവി നൽകുന്നതോ ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നതോ അല്ല. തികച്ചും നിരാശാജനകമായ, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തന്നെ മുരടിപ്പ് സൃഷ്ടിക്കുന്ന ഒരു ബഡ്ജറ്റാണിത്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനല്ല, ജനങ്ങളുടെ മതവിശ്വാസത്തെയും ഈശ്വരവിശ്വാസത്തെയും ആരാധനകളെയും വർഗീയവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ മേലെ രാജ്യത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടും എന്ന് ധരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം ഉറപ്പിക്കാൻ കഴിയും, വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന തെറ്റായ ധാരണ വെച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ളൊരു പരിഹാസ ബഡ്ജറ്റായിട്ടാണ് ഈ കേന്ദ്ര ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ പരിഹസിക്കുന്നതിന് സമമാണ്. നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത ഒരു ബഡ്ജറ്റായിപ്പോയി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ്. ഇത് തികച്ചും ഇവിടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കും. കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും. ഒരു പ്രതീക്ഷ നൽകുന്നതല്ല. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ്, BJP ഗവൺമെൻറ് ജനങ്ങളെ അവഗണിക്കുന്നു, പരിഹസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഈ ബഡ്ജറ്റ്. അതുകൊണ്ട് ഈ ജനവിരുദ്ധ ബഡ്ജറ്റിനെതിരെ രാജ്യത്തിലെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും. എല്ലാ വിഭാഗം ജനങ്ങളും പ്രതികരിക്കും. BJPക്ക് പിന്നിൽ അണിനിരന്നിട്ടുള്ള കൃഷിക്കാരും തൊഴിലാളികളും യുവാക്കളും സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും എല്ലാവരും ഈ ബഡ്ജറ്റിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ പ്രതികരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.